Hi guys, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്പ്രസ് വെബ്സൈറ്റിൽ എങ്ങനെയാണ് പുതിയ യൂസേഴ്സിനെ ആഡ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഡാഷ്ബോർഡിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ യൂസേഴ്സ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ആഡ് ന്യൂ ബട്ടൺ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ അതിനുശേഷം നമുക്കിവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യണം, ഇമെയിൽ ടൈപ്പ് ചെയ്യണം. ഇത് രണ്ടും റിക്വയർഡ് ആണ്, ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. ഓക്കെ, സോ നമുക്ക് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. സോ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്പേസ് കൊടുക്കാതെ ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം മൈക്ക് ജോൺസൺ. അതിനുശേഷം നമുക്ക് ഇമെയിൽ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നെയിം ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ലാസ്റ്റ് നെയിം. അതിനുശേഷം നമുക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സോ അത് ഓപ്ഷണലാണ്. നമുക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇല്ലെങ്കിൽ നമുക്ക് അത് ആസ് ഇറ്റ് ഈസ് വയ്ക്കാം. അതിനുശേഷം നമുക്കിവിടെ പാസ്വേഡ് എന്ന് കാണാൻ കഴിയും. അതിൻ്റെ താഴെ നമുക്കിവിടെ ജനറേറ്റ് പാസ്വേഡ് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ഇത് ഡീഫോൾട്ടായിട്ട് പാസ്വേഡ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ പാസ്വേഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്ക് ഈ പാസ്വേഡ് വേണ്ട. ഇവിടെ നമ്മുടെ ഓൺ പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ പാസ്വേഡ്. അതല്ലെങ്കിൽ ഇത് നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഹൈഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ നമുക്കിവിടെ ഹൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. സോ അതിനുശേഷം നമുക്ക് ഇവിടെ സെൻഡ് യൂസർ നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ കഴിയും. എന്നിട്ട് നമുക്കിവിടെ ഒരു ചെക്ക് മാർക്ക് കാണാൻ കഴിയും. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഈ ചെക്ക് ബോക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഇമെയിൽ ഐ ഡിയിൽ ഒരു മെയിൽ ചെല്ലും. ആ മെയിലിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്നൊരു വ്യക്തി അല്ലെങ്കിൽ മൈക്ക് ജോൺസൺ എന്നൊരു വ്യക്തി നമ്മുടെ യൂസർ ആയിട്ടുണ്ടെന്ന്. ഓക്കെ, സോ ഇനി പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോളാണ്. സോ ഇവിടെ 5 ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. സബ്സ്ക്രൈബർ ഉണ്ട്, കോൺട്രിബ്യൂട്ടർ, ഓത്തർ ഉണ്ട്, എഡിറ്റർ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. സോ നമുക്കിപ്പം ഇത് അഡ്മിനിസ്ട്രേറ്റർ ആക്കാം. അതിനുശേഷം നമുക്കിവിടെ ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് സക്സസ്ഫുള്ളി ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യൂസർ നെയിം, അതുപോലെ നെയിം, ഇമെയിൽ ഐ ഡി, പിന്നെ റോൾ. ഓക്കെ, അതിനുശേഷം ഇവിടെ എത്ര പോസ്റ്റാണ് ഇട്ടത്, എത്ര ബ്ലോഗ് പോസ്റ്റാണ് നമ്മൾ ഇട്ടത്. ഇപ്പം ഇവിടെ 0 കാണിക്കുന്നത്. ഇവിടെ ഇതുവരെ ഒരു ബ്ലോഗ് പോസ്റ്റ് പോലും ഇതുവരെ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, സോ അടുത്തൊരു യൂസറിനെ കൂടെ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റീവ് ജോബ്സ്. അതിനുശേഷം നമുക്കിവിടെ ഇമെയിൽ ഇടാം. അതിനുശേഷം നമുക്ക് നെയിം ടൈപ്പ് ചെയ്യാം. അതിനുശേഷം വെബ്സൈറ്റ്. സോ വെബ്സൈറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം www.stevejobs.com ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പാസ്വേഡ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എഡിറ്റർ റോൾ കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്.
സോ ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദി വൈസ്മാൻ മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.